രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ഒരാൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ്. മറ്റുള്ളവർ അതിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗമുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് മുട്ട വാങ്ങിക്കുന്നത് പുഴുങ്ങിക്കഴിച്ച് ശരീരത്തിന് പ്രോട്ടീൻ കിട്ടാനാണ്. ആഹാരം കഴിക്കുന്നത് വിശപ്പടങ്ങാനും പോഷക വസ്തുക്കൾ ലഭിക്കാനും വേണ്ടിയാണ്. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത് മനഃശാന്തിക്ക് വേണ്ടിയാണ്. അതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ആ ശരീരഭാഗം മറയ്ക്കാൻ തന്നെയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആ വസ്ത്രം വെട്ടിച്ചുരുക്കി പല ഭാഗങ്ങളും പ്രദർശിപ്പിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു വരുന്ന നിരവധി സ്ത്രീകളെ ഞാൻ അവിടെ കണ്ടു. കിഴക്കേ നടയിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ പോലീസുകാർക്ക് തോക്കുമൊക്കെ പിടിച്ച് കാവൽ നിൽക്കുന്നിടത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു പുരുഷൻ ഇങ്ങനെ പറയുകയാണ്. അയാൾ പറയുക, ഭഗവാന്റെ കൺട്രോളും കൂടെ കളയാൻ ഓരോന്നിറങ്ങിത്തിരിക്കും. പൊതുവെ ഭഗവാനും ഗോപികമാരുമായുള്ള ബന്ധം വെച്ച് സ്ത്രീകളോട് താല്പര്യ കൂടുതൽ എന്നൊരു പറച്ചിൽ മറ്റുള്ളവർക്കുണ്ട്. മനസ്സിലായി? അത് വിവരമില്ലാത്തവർ പറയുന്നതാണ്. ഈ പറഞ്ഞാൽ ഒരുപക്ഷെ അന്യമതസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ഒരു രസത്തിന് പറഞ്ഞതായിരിക്കാം. എന്തിനയാളെ കുറ്റം പറയുന്നു? ഭഗവാനും കൂടെ പേരുദോഷം കേൾപ്പിക്കാൻ എന്തിനാ ഇങ്ങനെ വരുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഇച്ചിരി ഭാഗം കണ്ടാൽ, കൈ കണ്ടാൽ നിങ്ങൾക്ക് കൺട്രോൾ പോകുമോ? എൻ്റെ സഹോദരി, ഈ ഭൂമിയിലെ എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും സംസ്കാര സമ്പന്നരല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിരവധി ക്രിമിനലുകളുണ്ട്. അതുകൊണ്ടാണല്ലോ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞതാണ്, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇതേ കണക്ക് ശരീരഭാഗം പ്രദർശിപ്പിച്ചു വന്നപ്പോൾ ഈ തന്തയ്ക്കാണ് അടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ഈ പെണ്ണിനെ കൊണ്ടു നടക്കുന്ന കെട്ടിയവനില്ലേ, അവന് വേണം അടി കൊടുക്കാൻ. എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ ഏത് വസ്ത്രം എവിടെ വേണമെങ്കിലും ധരിച്ചോ, പക്ഷെ അമ്പലത്തിൽ വരുമ്പോൾ ഒരല്പം മാന്യത കാണിക്കണം. അമ്പലത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു ഡ്രസ് കോഡ് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ യാഥാസ്ഥികരെന്നോ പഴഞ്ചനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോ, അമ്പലത്തിലെങ്കിലും മാന്യമായി വസ്ത്രം ധരിക്കൂ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.